എവിടെ പോവാ? അപ്പഴേ ഞാനും കുഞ്ഞുമാവയും കൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാ. ഒറ്റയ്ക്ക്. അപ്പൊ ഞാനില്ലേ? വരുന്നുണ്ടെങ്കിൽ പോരെ. എന്തായാലും ഞങ്ങൾ പോവാണ്. അപ്പൊ എവിടാന്നുള്ള കാര്യങ്ങളും എല്ലാം സർപ്രൈസ് ആണ് കേട്ടോ. സ്റ്റേ ട്യൂൺ. അപ്പൊ ഞങ്ങള് പോകാൻ പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 6 months പോകണ്ട. ഇതിപ്പോ 7 month കംപ്ലീറ്റ് ഡേറ്റിലേക്ക് കയറി. ഈ സമയത്ത് പോകുന്നത് റിസ്ക് ആണോ ചോദിച്ചാൽ റിസ്ക് ആണ്. എങ്കിലും ഞങ്ങൾ പോവാണ്. ബാക്കി എല്ലാം സർപ്രൈസ് ആണ്. അപ്പൊ എന്റെ കൂടെ പോരെ. അപ്പൊ നമുക്ക് പോവാം. വണ്ടി താഴെ വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്താം. ഓക്കെ, എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? നല്ലതാണോ? ഞാൻ സാധാരണ ഇങ്ങനത്തെ ലൈറ്റ് കളർ ഉപയോഗിക്കാറില്ല. എനിക്ക് അങ്ങനെ ചേരില്ല എന്നായിരുന്നു എന്റെ ഒരു ഇത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പൊ വണ്ടിക്കാരെ വിളിക്കുന്നു. സമയം പോയി. അങ്ങനെ കാര്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഫോട്ടോഷൂട്ട് ഡേ കേട്ടോ. ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടി പോയൊരു ദിവസം തന്നെയാണ് കേട്ടോ. പിന്നെ ഗൗണൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെന്നപ്പോൾ ഗൗണൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ക്യാമറമാൻ വന്നിട്ടില്ല. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള 2 കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗൗണൊക്കെ എടുത്ത് തന്നിട്ട് ഇത് ഇട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ശരിക്കും ടെൻഷനും എക്സൈറ്റ്മെന്റും എല്ലാം കൂടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം ലൈഫിൽ തന്നെ എന്താ പറയണ്ടേ, കല്യാണത്തിന് ഒരുങ്ങിയതല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ അത് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. മേക്കപ്പൊക്കെ എങ്ങനെ ആയിരിക്കും? കാരണം ഇവരാണ് ചെയ്യുന്നത്. എന്താണ് ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവരെ നമുക്ക് ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ലല്ലോ. കാരണം മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ചെയ്യാനുള്ള പോലും തോന്നില്ല. അതുകൊണ്ട് ഞാനെല്ലാം അവരുടെ ഇതിന് വിട്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ ഓർത്തു ലാസ്റ്റ് നമുക്ക് നോക്കാം, ഒരുപാട് ബോറൊക്കെ ആണെങ്കിൽ നമുക്ക് തൂത്തുകളയാം എന്നുള്ള രീതിയായിരുന്നു എനിക്ക് കേട്ടോ. എന്തായാലും ഞാൻ അവരുടെ ഇതിന് വിട്ടുകൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നു, ഭൂതം പോലൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പം. പിന്നെ ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഓവർ മേക്കപ്പ് ഇട്ടെങ്കിൽ മാത്രമേ ക്യാമറയിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ എന്ന് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരുപാട് ഡള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സുബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുളവായോ എങ്ങനെയാ എന്നൊക്കെ. പിന്നെ ഞാൻ ചെറിയ ചെറിയ സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പണിയിലാണ് കേട്ടോ. മുടിയൊക്കെ കേളി ചെയ്തൊക്കെ തരുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ഒരു ലുക്കിലാണ് എത്തിച്ചത് കേട്ടോ. എനിക്ക് ഈ ഹെയർ സ്റ്റൈല് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. കാരണം കേൾ ചെയ്തിട്ടു. പക്ഷേ ഈ സൈഡ് പാർട്ടീഷൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഇതിൽ കുറച്ച് വണ്ണം വെച്ചത് കൊണ്ട് കുറച്ചും കൂടി ചബ്ബി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഫേസ് ഭയങ്കരമായിട്ടും അങ്ങ് വലിപ്പം വെച്ചിരിക്കുന്നതായിട്ട് തോന്നി. പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, അവർക്ക് വെറുതെ ഇരട്ടിപ്പണി ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ചെയ്തത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നേവി മുംബൈയിലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന ദാദറാണ്. ഇവിടുന്ന് ഏകദേശം 1 hour നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടുപിടിച്ചൊരു പേജാണ് നൗ ആൻഡ് ഫോർ എവർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പേജിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. അവൾ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. നല്ല ഐഡിയ ഉള്ള ഒരാളായിട്ടാണ്. ഫോട്ടോ നമ്മൾ എടുക്കാൻ ആദ്യം ചെന്നപ്പോൾ എടുത്തോട്ടോ ഇത്രയും സെറ്റപ്പേ ഉള്ളൂ. കാരണം ഇതൊരു 2 BHK പോലത്തൊരു ബിൽഡിംഗ് എടുത്തിട്ട് അവിടെ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ എന്താ പറയണ്ടേ, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ആയിട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷെ ഇവിടുത്തെ മുംബൈയിലെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്ത് അവളുടെ കയ്യിലിരിക്കുന്ന കഴിവാണല്ലേ അവളുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൾ ഇത്രയും പൈസ ഏൺ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നിയത് കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ ഇതൊക്കെ ചെയ്യാന്ന് പറയാം. അവൾക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുടക്കെന്ന് പറയാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തതും അതുപോലെ തന്നെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരൊറ്റ സെറ്റപ്പിൽ പുള്ളിക്കാരിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും ചെറിയ ഏജിൽ. അതാണ് നമ്മുടെ കഴിവ്. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലയന്റിനെ ആയാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോസായിരുന്നു. പക്ഷെ ഇത് കിടന്നിട്ട് എണീക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. പ്രത്യേകിച്ച് നിലത്തും കൂടെ ആണല്ലോ. കുറേ നേരം അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി എണീക്കാനും. പിന്നെ ചെറിയൊരു നടുവിന് വേനയൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ എന്നാലും എല്ലാം നിങ്ങൾ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കാം. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ. ഇതായിരുന്നു നമ്മുടെ 2ാം
മൂന്നാമത്തെ ലുക്ക് കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ അത് നമുക്കിവിടെ സ്റ്റുഡിയോയിൽ വേണ്ട വെളിയിൽ പോയി ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ അതിനപ്പോൾ ഇവിടെ ഞാൻ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റി പറഞ്ഞായിരുന്നു. കാരണം ഞാൻ വീണ്ടും ഇവർ സൈഡ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന ഒരു ടെമ്പിൾ, ഇവിടെ അടുത്ത് ഉള്ളത് പിന്നെ ടെമ്പിളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവൾ പറയുമായിരുന്നു, അവളെ കാണിക്കേണ്ട, അവൾ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് വീഡിയോയുടെ മുമ്പ് വരാനൊക്കെ നാണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടേ, ക്യാബൊക്കെ ബുക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ഇച്ചിരി ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ടെമ്പിള്. ഇവിടെ അങ്ങനെ വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു ടെമ്പിളാണ്. കുറേ പണിക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ടെമ്പിൾ ഷൂട്ട് പോലത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാനാണ് നമ്മളിവിടെ ടെമ്പിളിൽ വന്നത് കേട്ടോ. ഇതും ഒരു പ്രത്യേക രസമുള്ള ടെമ്പിളായിരുന്നു കേട്ടോ. ആ ഒരു ലുക്ക്, ഒരു ബ്ലാക്കിഷ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഫോട്ടോസ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോവാണ്. ചെറിയൊരു മഴക്കാർ വന്നു തുടങ്ങി. മഴ പെയ്യുന്നതിന് മുമ്പ് പോട്ടെ, മടുത്ത് അല്ലേ? എൻജോയ് ചെയ്തോ? നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ടെമ്പിൾ ഷൂട്ട് പൊളിയായിരുന്നു. ഞങ്ങളെ ഫോട്ടോ വീഡിയോ എടുത്ത ആള് പൊളിയാ, രക്ഷയില്ല. നമ്മൾ സെലക്ട് ചെയ്തതൊന്നും മോശമില്ല അല്ലേ? എന്തായാലും കിടിലായിരുന്നു. അപ്പോൾ വീഡിയോ ഫോട്ടോസൊക്കെ ഉടനെ വരും കേട്ടോ. വന്നു കഴിയുമ്പോഴത്തേക്ക് ഇടാവേ. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നിടം വരെ പോട്ടെ. ഇനി അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ വീട്ടിൽ പോകും. പോട്ടെ. വാ. ഏ